ഊണ് കഴിച്ചിട്ട് വരാമായിരുന്നു. എല്ലാം ഒരുക്കി വെച്ചിരുന്നല്ലേ. നിനക്കൊണ്ടോ? എനിക്ക് തിരിച്ചോണ്ട് വിടാം. അതല്ലല്ലയാ, നീ പോലും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ ഉണ്ണി. പണം കണ്ടുകൊണ്ട് കിട്ടിയതല്ലേ എന്ന് അതെ സമ്മതിച്ചു. 5 കൊല്ലം നാടകം കളിച്ച് രക്ഷപ്പെടാമെന്ന് കരുതി ഇറങ്ങിയതാ വേണുഗോപാലൻ. ഇപ്പൊ എന്റെ മനസ്സ് മുഴുവൻ സരവയാ. എനിക്ക് ജീവനാ അവളെ. അവളില്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇത് മൂക്ക് വേണ്ടിയല്ല, കൊച്ചു രാജകുമാരിക്ക് വേണ്ടി. രാജകുമാരിക്ക് പാട്ട് കേട്ടില്ലെങ്കിൽ ഉറക്കം വരൂല. ഇത് രാജകുമാരി ഒന്നുമല്ല, രാജകുമാരനാ. നീ ചവിട്ടുന്ന ചവിട്ട് കണ്ടോ? അയ്യോ, കണ്ടമാനം ചവിട്ടുന്നുണ്ട് കേട്ടോ. അമ്മ കുട്ടിയെ ചവിട്ടാമോ? അമ്മച്ചിക്ക് നോവത്തില്ലയോ? മോളല്ല, വേണ്ടേ വേണ്ടേ. അടി അടി, അച്ഛൻ നല്ല അടി വെച്ച് തരും. മോള് ചാച്ചിക്കോ? അമ്പൂട്ടി മോള് ചാച്ചിക്കോ? അമ്പൂട്ടി മോനായാലും ചാച്ചിക്കോ? അച്ഛൻ്റെ അവലോസം ഉണ്ടല്ലേ, ഉണ്ണിയപ്പല്ലേ, ലട്ടുവല്ലേ. ചിങ്കിരി മോളെ ചാച്ചിക്കോ? ചിങ്കിരി മുത്ത് ചാച്ചി. മമ്മിയോട് വരാൻ പറ. ആ പറയാം. മമ്മി എളുപ്പം വാ. അങ്ങനെയല്ല, ഡാഡി പോയി വിളിച്ചോണ്ട് വാ. വരും മോളെ. നല്ല സാരി കൊടുത്ത് പൊട്ടൊക്കെ തൊട്ട് മോളെ പോലെ സുന്ദരി കുട്ടിയായിട്ട് ഇപ്പൊ വരും. ഇതാ വന്നല്ലോ. വാ മമ്മി. മോളെ അപ്പൂപ്പൻ ടാറ്റ പറഞ്ഞോ? അപ്പൂപ്പൻ കുളിക്കാ. എല്ലാം എടുത്തു വെച്ചോ? ആ എടുത്തു വെച്ചു. മോള് പറക്കേ. മോളെ എന്താ മോളെ? മോളെ 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 അമ്മ അമ്മ മോളെ. കയ്യനക്കാതെ മോളെ. നേരത്തെ തന്നെ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമില്ല വേണു. അപ്സെറ്റായിട്ട് കാര്യമില്ല. പെട്ടെന്നൊന്നും സംഭവിക്കില്ലെന്ന് പ്രാർത്ഥിക്കാം. ആ സ്റ്റേജാ. അറിയാതെ മോനെ, ഈശ്വരൻ നമ്മളെ കൈവടിയില്ല. വേണു, ഒരു മാർഗമില്ല അപ്പച്ചി എന്റെ സരവ രക്ഷിക്കാൻ. ഒന്നും വേണ്ട അപ്പച്ചി, എനിക്ക് അവള് ജീവിച്ചിരുന്നാ മതി. തളർന്നു കിടന്നോട്ടെ. ജീവിതകാലം മുഴുവൻ ഞാൻ തോളത്തെടുത്തോണ്ട് നടന്നോളാം. ഈ ലോകത്ത് എവിടെയെങ്കിലും ഇതിനൊരു മരുന്ന് കാണില്ല അപ്പച്ചി. എവിടെ വേണേലും നമുക്ക് കൊണ്ടുപോവാം. മോനെ, എല്ലാ മാർഗങ്ങളും നോക്കി തളർന്നവരല്ലേ ഞാൻ. ഇപ്പൊ നീയാണ് മോനെ എന്നെ വിഷമിപ്പിക്കുന്നത്. ഇത്രത്തോളം എന്റെ മോളെ നീ ഇഷ്ടപ്പെടരുതായിരുന്നു. സമാധാനിക്ക് വേണം. എന്തായാലും നമ്മൾ ഫേസ് ചെയ്തല്ലേ പറ്റൂ. ഞാനെന്ന് പറഞ്ഞ ഡോക്ടർ വാര്യർ മോളുടെ കേസ് ഹിസ്റ്ററിയൊക്കെ അയച്ചു കൊടുത്തെന്ന് പറഞ്ഞില്ലേ? അദ്ദേഹം നാട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നലെ വിളിച്ചിരുന്നു. മോളുടെ കാര്യം സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ കൂടെ ഒന്ന് കാണിച്ചു നോക്കാം. മോളെവിടെ? മോൾ ഉറങ്ങിയോ? മോള് വീട്ടിലല്ലേ? ഇത് പിന്നെ എവിടെ? നമ്മുടെ ഹോസ്പിറ്റല്. എന്തിനാ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നേ? ചേട്ടാ, നമുക്ക് വീട്ടിൽ പോവാം. മയക്കത്തില, ഉറങ്ങിക്കോളൂ. A typical case of aplastic anemia. Any chance? Chance ഇല്ല എന്ന് പറയാൻ പറ്റില്ല. Bone marrow transplantation is the only hope. Shall we try, doctor? ഡോക്ടർ പറയുന്ന പോലെ. എന്തു പറയുന്നു വേണു? ദൈവത്തിന്റെ സ്ഥാനത്ത് ഞാനിപ്പോ ഡോക്ടറെ കാണുന്നത്. എന്റെ മോൾ എന്നും എന്റെ കൂടെ ഉണ്ടാവണം. ഡോണർ റെഡിയാണോ? യെസ് ഡോക്ടർ. അറേഞ്ച് ചെയ്തോളൂ. നമുക്ക് ചെയ്യാവുന്നത് മാക്സിമം ചെയ്തു നോക്കാം മിസ്റ്റർ മേനോൻ. റിക്കവറി കിട്ടുമെങ്കിൽ 15 ദിവസത്തിനകം അറിയാം. ലെറ്റ് us try. താങ്ക് യു ഡോക്ടർ.
ഗോഡ് ഈസ് ഗ്രേറ്റ്. വേണു, സമാധാനമായിട്ടിരിക്കുക. ഭഗവാനെ, ഗുരുവായൂരപ്പ, എന്താ ഞാൻ ഈ കേക്കണേ? എന്തൊരു യോഗമായത്! എന്റെ രാജയോഗം കഴിഞ്ഞ മുത്തശ്ശി. രാജയോഗത്തിൽ രാജാവിനെ റാണിയെ നഷ്ടപ്പെടും. എന്റെ സ്ഥലം രക്ഷപ്പെടില്ലേ മുത്തശ്ശി? കരയാതെ മോനെ. അപ്പച്ചി എന്റെ അടുത്ത് തന്നെ വേണം. ഇതുപോലെ കാണും മോളുടെ അടുത്ത്. മോളും അച്ഛനും അമ്മയൊക്കെ പോയേട്ടാ. അപ്പച്ചി, ഞാനും ചേട്ടനും കൂടെ പുറത്തൊക്കെ ഒന്ന് നടന്നിട്ട് വരട്ടെ. അയ്യോ, മോൾ എന്തായി പറയുന്നത്? അങ്ങനെ പുറത്തല്ല, ദേ ഇവിടെയൊക്കെ. അധികം നടക്കണ്ട മോളെ, ബോഡി വീക്കല്ലേ. എനിക്ക് പോണം ചേട്ടാ. അപ്പച്ചി പ്ലീസ്. മോളെ, എന്താ മോളെ? ഈശ്വരൻ രക്ഷിച്ചു വേണം. ഷീ സേഫ്, ആബ്സല്യൂട്ട്ലി സേഫ്. മോളെ, മതി മതി. എന്താ മോളെ ഇത്? മോളെ, ദേഹം അലക്കരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? മതി, ഇനി പിന്നെ മതി മതി. മോളെ, മതി മതി. മോളെ, 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 അമ്മുവിനെ കെട്ടിപ്പിടിച്ച് അവളുടെ കവളിൽ മാറി മാറി ഉമ്മ വെച്ച് എന്നോട് യാത്ര പോലും പറയാതെ നീ പോയില്ലേ? ഞാൻ നിന്നോട് പരാതി പറഞ്ഞിട്ടില്ലല്ലോ. ആരും ശല്യപ്പെടുത്താതെ നിനക്കിഷ്ടപ്പെട്ട ഈ വയലിൻ കൂട്ടിൽ നിന്നെ ഒറ്റയ്ക്ക് ഉറങ്ങാൻ വിട്ടില്ലേ ഞാൻ? വയ്യ മോളെ, നിന്റെ അടുത്ത് വരാൻ കൊതിയായി. അളിയൻ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയായിരുന്നു. നീ ഹോസ്പിറ്റലിൽ പോയോ? അവിടുന്നാ വരുന്നേ. അമ്മൂനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അപ്പച്ചി പറഞ്ഞു. ഡാഡി വന്നിട്ടേ വീട്ടിലേക്ക് വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് നിൽക്കുക. നീ വാ. എന്താ ഒരു വല്ലായ്മ? ഒന്നും കഴിച്ചില്ലേ? എന്താ ഒന്നും പറയാത്ത? എന്തു പറയാൻ, എഴുതാൻ പറ്റുമായിരുന്നു ഞാൻ ഒരു കഥ എഴുതുമായിരുന്നു വേണു. നിന്റെ കഥ, കൂടെ ശിങ്കിടിയായി ഞാനുമുള്ള കഥ. നിന്റെ രാജവും കൊണ്ട് എത്ര പേര് രക്ഷപ്പെട്ടു, ഞാൻ ഉൾപ്പെടെ. അതനുഭവിക്കാനുള്ള യോഗം ഞങ്ങൾക്കാ. രാജാവായ വേണുഗോപാലിന് മനസ്സമാധാനം പോലുമില്ല. പക്ഷെ എന്തിനേയും നേരിടാനുള്ള കരുത്ത് നിനക്കുണ്ട്. നിന്നെ പരീക്ഷിച്ച് മതിയായില്ല എന്ന് തോന്നുന്നു ദൈവത്തിന്. കാര്യം പറ. എന്താ കാര്യം? പറ. വേണു, അമ്മൂന് അമ്മോനെ അമ്മൂന്
അവളുടെ അമ്മയുടെ അസുഖം തന്നെ. No. 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 ഫേസ് ചെയ്തേ പറ്റൂ. എനിക്കതല്ലേ പറയാൻ കഴിയൂ. ആശുപത്രി നിന്നെയും കാത്ത് നിൽക്കുക അമ്മു. അവൾക്കറിയില്ലേ കാര്യം. എല്ലാം നിന്നോട് പറഞ്ഞ് സമാധാനിപ്പിച്ചേ കൊണ്ടേയല്ലാവൂന്ന് അപ്പച്ചി പറഞ്ഞിരിക്കുന്നു. ചിരിച്ചുകൊണ്ടേ അവളെ കാണാവൂ. അവളുടെ മുമ്പിൽ നിന്റെ കണ്ണുകൾ നിറയരുത്. വേദനയെല്ലാം മനസ്സിലൊതുക്കി ഒരിക്കൽ കൂടി നിനക്ക് വേഷം കെട്ടേണ്ടിയിരിക്കുന്നു. അമ്മുവിന്റെ പുന്നാര ഡാഡിയായിട്ട് അവൾ നീ കൊഞ്ചിക്കണം, ചിരിപ്പിക്കണം, കളിപ്പിക്കണം. അറിയാം ഉണ്ണി. കളിപ്പാട്ടം പോലൊരു ഡാഡി ആകാം. ഞാൻ എക്സ്പീരിയൻസ്